എനിക്ക് വളരെ സ്നേഹവും ആദരവും ബഹുമാനവും ഭക്തിയുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പൂജ്യശ്രീ രാഹുൽ ഈശ്വർ തിരുമനസ്. നമ്മളെപ്പോലെയല്ല, അദ്ദേഹം ബ്രാഹ്മണനാണ്, ദ്വിജനാണ്. താഴമൺ തന്ത്രിയുടെ മകൻ്റെ മകനല്ലെങ്കിലും മകളുടെ മകനാണ്. തന്ത്രി കുടുംബാംഗം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ ഈ പിതൃദായക്രമം പഴയ പോലെ അല്ലാത്തതുകൊണ്ട് നമ്പൂരിമാർക്കും വേണമെങ്കിൽ അമ്മയുടെ ഇല്ലം വെച്ചിട്ട് പേരെടുക്കാം. താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗമാണ് എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാം. നമുക്ക് ആർക്കും അത് തടയാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ തടഞ്ഞിട്ടും വിശേഷമില്ല. പുള്ളി സ്വയം താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞാൽ താൻ തന്ത്രി കുടുംബത്തിലെ അംഗമല്ല. തന്ത്രി കുടുംബത്തിലെ ഒരു അന്തർജനത്തെ വേറൊരു നമ്പൂരി കല്യാണം കഴിച്ച് അതിലുണ്ടായ സന്തതിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ശോഭിക്കില്ല. മാത്രമല്ല ഇദ്ദേഹം പുരുഷാധിപത്യ വിശ്വാസിയാണ്, പുരുഷാവകാശ പ്രവർത്തകനാണ്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒരു വലിയ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഇത്ര നാൾ ജിഹാദികൾക്ക് മൗദൂദി ചാനലിൽ പറയുന്നതായിരുന്നു വേദവാക്യം. ഇപ്പോൾ അങ്ങനെയല്ല. രാഹുൽ ഈശ്വർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലെ സഖാവ് മൂക്കൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ. ഈ രാജ്യത്ത് എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ അതിനെക്കുറിച്ച് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കും. രാഹുൽ ഈശ്വർ ഒന്നും പറഞ്ഞില്ല എന്ന് നോക്കി, ആ സംഭവത്തിന് പിന്നെ യാതൊരു പ്രാധാന്യമില്ല. അങ്ങനെയാണ് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനക്കേസ് വന്നപ്പോൾ ഇദ്ദേഹം വിദഗ്ധ അഭിപ്രായം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അഖില ഹാദിയ വിഷയം ഉണ്ടായപ്പോൾ അതിലും പുള്ളി കയറി അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ കുംഭമേളയ്ക്ക് മുത്തുമാല വിൽക്കാൻ പോയ പെൺകുട്ടിയുടെ ഗാന്ധർവ വിവാഹം ഉണ്ടായപ്പോൾ അതിലും പുള്ളി അഭിപ്രായം പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കാൻ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്, മൗലികാവകാശമാണ്. 19ാം അനുച്ഛേദത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ചില ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. അങ്ങനെ രാഹുൽ ഈശ്വറിൻ്റെ വിദഗ്ധ അഭിപ്രായം വന്നു. ആ വിവാദത്തെ അദ്ദേഹം സർവ്വാത്മന അംഗീകരിച്ചു. ഇദ്ദേഹം നിയമവിരുദ്ധകാരിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിവാഹം ഹിന്ദു നിയമം അനുസരിച്ചിട്ടോ ഇസ്ലാം നിയമം അനുസരിച്ചിട്ടോ നിയമസാധു ഇല്ലാത്തതാണ് എന്ന ലോ പോയിൻ്റ് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായാലും പുള്ളി അംഗീകരിക്കാൻ തയ്യാറില്ല. അങ്ങനെ ഒരു പോയിൻ്റ് അപ്രസക്തമാണെന്നാണ് പുള്ളി പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയും. അത് പുറത്ത് വന്ന് അന്ന് മുതൽക്ക് കേരള പോലീസ് അംഗീകരിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ദേശാഭിമാനി പത്രത്തിലാകട്ടെ, കൈരളി ചാനലിലാവട്ടെ, ഏതെങ്കിലും മാധ്യമത്തിലാകട്ടെ ഈ പെൺകുട്ടിയുടെ പടമോ പേരോ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. വിവാഹ ഫോട്ടോയിൽ പോലും പെൺകുട്ടിയുടെ മുഖം മറച്ച് മാച്ച് ആണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടിയുടെ പേരും ആരും പറഞ്ഞിട്ടില്ല. പേര് പറയാത്തതെന്ന് വെച്ചാൽ പോക്സോ കേസിലേക്ക് ഇരകളുടെ പേര് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. പേര് പറയുന്നതും കുറ്റമാണ്, പടം കൊടുക്കുന്നതും കുറ്റമാണ്. ഇപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ തന്നെ ഇട്ട നേരത്തെ വീഡിയോയിൽ ഇതിന് അണിയറ ശില്പികൾക്ക് ചെറിയൊരു നോട്ടപ്പശക്ക് പറ്റിയുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പടം അത്ര വ്യക്തമല്ലാത്ത രീതിയിലാണെങ്കിലും അതിൻ്റെ തമ്പനെയിൽ കാണിച്ചു. ഞാനത് വിളിച്ചു പറഞ്ഞ സെക്കൻഡ് വെച്ച് അവരത് മാറ്റി. കാരണം എന്ന് വെച്ചാൽ ഇത് ക്രിമിനൽ കുറ്റമാണ്. ഞാനും ഇതിൻ്റെ അണിയറ പുറത്തൂർ എല്ലാവരും ജയിലിൽ പോകും. അത്ര ഭയങ്കരമായ പ്രശ്നമാണ്. ആ സെക്കൻഡിൽ മാറ്റി. കാരണം നമുക്ക് ഈ വിഷയത്തിൽ ജയിലിൽ പോകാൻ വേറെ എന്തൊക്കെ നല്ല നല്ല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിയമം എന്നിരിക്കലും ഈ നിയമം പഠിച്ച രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ സംസാരങ്ങളിലും ഈ പെൺകുട്ടിയുടെ പേര് പറയും. എല്ലാ ദൃശ്യങ്ങളിലും പുള്ളി അവരുടെ ഫോട്ടോ കാണിക്കും. കാരണം എന്താ, ഈ രാജ്യത്ത് ഒരു നിയമവും രാഹുൽ ഈശ്വറിന് ബാധകമല്ല. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ പാഷാണത്തിൽ കൃമി എന്ന് വിശേഷിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല. പുള്ളി പൊട്ടാസ്യം സയനൈഡിൽ കൃമിയാണ്. കൃമി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അസാമാന്യമായ കൃമികടിയാണ് പുള്ളിക്ക്. ഇതിന് പല ചികിത്സകളുമുണ്ട്. ഒരു ചികിത്സ എന്ന് പറയുന്നത് ഈ പച്ച കർമൂസ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഈ ഞെട്ടിയോട് ചേർന്ന ഭാഗം അത് പച്ചയ്ക്ക് തിന്നു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് കാര്യമായ ശമനം ഉണ്ടാകും എന്നാണ് ആയുർവേദ വൈദ്യന്മാർ പറയുന്നത്. അലോപ്പതിയിൽ വേറെ ചികിത്സ ഉണ്ടാകും. അപ്പോൾ അത് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ചികിത്സിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് സംഗതി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്ക് ഈ രാജ്യത്ത് ഒരു നിയമവും ബാധകമല്ല. കാരണം പുള്ളി നിയമത്തിന് അതീതനാണ്, ബ്രാഹ്മണനാണ്, ദ്വിജനാണ്. അതിലുപരിയായിട്ട് ആരാണ്? പുരുഷാവകാശ പ്രവർത്തകനാണ്. അതിലും വിശേഷിച്ച് താഴമൺ തന്ത്രി കുടുംബത്തിൽ അമ്മ വഴിക്ക് ബന്ധമുള്ള ആളാണ്. അപ്പോൾ മൂപ്പിലാന് നിയമമൊന്നും ബാധകമല്ല. പക്ഷേ ഇത് പോലീസുകാർ കാണുന്നില്ലേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മാത്രം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി നടന്ന വിവാഹം ആയതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെതിരായിട്ട് കേസെടുക്കാനായിട്ട് ചിലപ്പോൾ പോലീസ് ഏമാനന്മാർക്ക് ചെറിയ വൈക്ലബ്യം ഉണ്ടാവും.
എന്നാൽ പോലും ഇവനെ പോലെയുള്ള ഏഴാം കൂലികളൊന്നും വെറുതെ വിടരുത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം കൈരളി ചാനലിനും ദേശാഭിമാനി പത്രത്തിനും ബാധകമായ നിയമമെങ്കിലും ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ശുംഭന്, ഈ എരപ്പാളിക്ക്, ഈ ഏഴാം കൂലിക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം.